മിനിസ്റ്റർ, ഇപ്പോൾ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചുക്കാൻ പിടിക്കുന്ന മിനിസ്റ്ററാണ്. എത്രത്തോളമായി, എങ്ങനെയുണ്ട് പരിപാടി? മലയാളം അതിനെ വാനോളം ഉയർത്തിയ മലയാളത്തിൻ്റെ മഹാനടനെ ആദരിക്കുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. മോഹൻലാലിന് കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും ശബ്ദം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മഹാനടനാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മഹാനടനെ ഈ നിലയിൽ ഞങ്ങൾ ആദരിക്കുന്നത്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും സാംസ്കാരിക വകുപ്പിനും അഭിമാനമുണ്ട്. 10,000-കണക്കിന് ആളുകൾ ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലടക്കം എല്ലാവരും എത്തിക്കഴിഞ്ഞു. കൃത്യം 4:30 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും. ബഹുമാനായ ശ്രീ വി ശിവൻകുട്ടിയും ജി ആർ അനിലും അടങ്ങുന്ന എല്ലാ തിരുവനന്തപുരം ജില്ലാ മന്ത്രിമാരുടെ എല്ലാ സഹായത്തോടെ വളരെ ഭംഗിയായി അച്ചടക്കത്തോട് അടുക്കും ചിട്ടോടും കൂടി ഈ പ്രോഗ്രാം 6 ദിവസം കൊണ്ടാണ് ഈ പരിപാടി കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഓർഗനൈസ് ചെയ്ത പരിപാടി കേരളം കണ്ട ഏറ്റവും നല്ല ആദരവ് ചടങ്ങായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പേരിനെ ചുറ്റിപ്പറ്റിയൊക്കെ ചില തർക്കവും വാദപ്രതിവാദമൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ലാൽ എന്നാണ്, ഷോർട്ട് നെയിം മോഹൻ ലാൽ എന്നാണ്. അപ്പോൾ ആ മോഹൻ എന്ന ഭാഗത്ത് ഞങ്ങൾ ലാലെടുത്തു. ആ ലാലിന് ഞങ്ങളൊരു സ്ഥലം കൊടുക്കുന്നതിന് എന്ത് തെറ്റാവൽ, അതൊക്കെ ആളുകൾ ഇങ്ങനെ പലതും പറയും. അതിൻ്റെ കറക്റ്റ് വേർഡിങ്സാണ്. മലയാളത്തെ വാനോളം ഉയർത്തിയ ലാലിന് സലാം. ഓക്കെ മിനിസ്റ്റർ, ഓക്കെ. മഴ പെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആവേശം മഴയെ കൊണ്ടുപോകരുത്. ഇല്ല, മഴ പെയ്യുന്ന പ്രശ്നമേ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. മിനിസ്റ്റർ രാവിലെ ഈ സ്ഥിതിയൊക്കെ വിലയിരുത്തിയിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ഓളം എന്താ ഫീൽ ചെയ്യുന്നത്? എല്ലാവർക്കും വലിയ സന്തോഷം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരാഴ്ചക്കാലം കൊണ്ട് ഇത്രയും പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് സ്വീകരണമാണ്. മോഹൻലാൽ നമ്മുടെ മലയാളികളുടെ മൊത്തം സ്വത്താണല്ലോ, കേരളത്തിൻ്റെ പൊതു സ്വത്തും. ജില്ലയുടെ ചുമതലക്കാരനും ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി ജി ആർ അനിൽ കൂടിയുണ്ട്. മിനിസ്റ്ററെ, ഇപ്പോൾ മോഹൻലാൽ നമ്മുടെ സ്വത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രി. അപ്പോൾ എങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ്? അല്ല, മോഹൻലാൽ മലയാളത്തിൻ്റെ അഭിമാനമല്ലേ. അതുകൊണ്ട് തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ജനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നല്ല തോതിൽ ഇവിടെ എത്തിച്ചേരും. വലിയൊരു ജനക്കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടം ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനനുസൃതമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഗവൺമെൻറ് നിലയ്ക്ക് ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് അതിൻ്റെ ചുക്കാൻ പിടിച്ച് എല്ലാ പ്രവർത്തനങ്ങളും പഴുതടച്ച് നല്ല നിലയിലേക്ക് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടുന്ന തരത്തിൽ അതിനനുസരിച്ച് ഗംഭീരമാകും. സിനിമാ മേഖലയിൽ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ ആദരവ് സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. അത് എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തല്ലേ. ഗവൺമെൻറ് വളരെ വേഗത്തിൽ അതിനനുസരിച്ച് തീരുമാനമെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ന് സ്വീകരിക്കുകയാണ്. തലസ്ഥാന നഗരം ഗവൺമെൻറ്റും ഒന്നിച്ച് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.